ആരെയും കാണിക്കാനോ ഒന്നുമല്ല, ഞാൻ സ്വാഭാവികമായിട്ട്. പക്ഷെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താരാ വിളിക്കുന്നത് മനസ്സിലായത്. ജാസിയൊക്കെ പറഞ്ഞു രേണു ഇങ്ങനെ പൈസ അയക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അവരെല്ലാം സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. എനിക്കത് വളരെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരുപാട് പേര് അവരോട് ചോദിച്ചപ്പോൾ അവർ സംസാരിച്ചു. അതല്ലാതെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ്, സ്വീറ്റി മമ്മി, അതുപോലെ ഒരുപാട് പേര്, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒരുപാട് പേര് വലിയ വലിയ സെലിബ്രിറ്റികൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ എന്നെ ആശ്വസിപ്പിക്കും. കാരണം അത്ര തകർന്നു പോയി. ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാർ ആശ്വസിപ്പിക്കും, കരീഷ്മ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മളെ വ്ളോഗായിട്ട് താങ്ങി നിർത്തി ഒരുപാട് പേരുണ്ട്, സജിന ചേച്ചിയൊക്കെ പോലെ. ഏറ്റവും കൂടുതൽ എനിക്ക് കരീഷ്മയും പിന്നെ എൻ്റെ വീട്ടുകാരും എൻ്റെ ചേച്ചിയൊക്കെ ആണെങ്കിലും വിഷമിക്കൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവിടെയുള്ള റോഡ് പിന്നെ ചെമ്പരത്തിയിലെ മാനേജ്മെൻറ്റ് അവരൊക്കെ നല്ല ഇതായിരുന്നു. കാരണം നമ്മൾ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, എല്ലാവർക്കും ആണ്. നമ്മളെ ഇങ്ങനെ രേണു കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു, അതിനുശേഷം ഒരു ഡാൻസ്, അതാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായത്. അത് തന്നെ വിമർശിക്കുന്ന ഒരു നിമിഷം. എനിക്കിപ്പോൾ കരഞ്ഞു, എൻ്റെ മാനസിക വശമാണ് ഞാൻ അവിടെ കരച്ചിലൂടെ വന്നത്. അപ്പം തന്നെ എന്നെ സ്നേഹിക്കുന്നവരുടെ രേണു ഇങ്ങനെ കരഞ്ഞിരിക്കാൻ പാടില്ല, നീ നല്ല വീഡിയോ ഇടും, എൻ്റെ സബിലെന്താ നീ വീഡിയോ സബിലിടുക. എന്തായാലും ഞാൻ സബിലിടുന്ന എടുത്ത് ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് വലിയ സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പ്രമോഷൻ കിട്ടുന്നുള്ളൂ, സബ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സന്തോഷമുണ്ട്. സുചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ രേണു ഉൾപ്പെടെ എല്ലാവരും 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് സുചേട്ടൻ മരിച്ച ദിവസം ഞാനിപ്പോൾ ഒരു പച്ചവെള്ളം ഞാൻ ഇറക്കിയിട്ടുള്ള കാര്യം, പച്ചവെള്ളം ഒരു ചാക്കിയൊക്കെ നമുക്ക് നേരിട്ടാണ് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് സുചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ല. ഞാൻ അവിടെ തന്നെ സുചേട്ടൻ്റെ ഡെഡ് ബോഡി കാണുന്ന പിറ്റേ ദിവസം അടക്കുന്നതിൻ്റെ അന്ന് കൊല്ലത്തെല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ ചെത്തിപ്പുഴ മോർച്ചറി 8:30 മണിയായപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന അന്നാണ് ഞാൻ ഡെഡ് ബോഡി കണ്ടത്. പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്, ഞാൻ അവിടെ പോയിട്ട് ഞാൻ പോയിട്ട് ഒരു ഭാഗത്ത് കഴിച്ചു. ഇതാരാണ് ഫുഡ് കഴിച്ചത് തിരിച്ച് പറയുന്നുണ്ട്? എന്താ ചെയ്യേണ്ടത്, ഞാൻ പോയിട്ടില്ല. ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും പപ്പ അന്ന് സീരിയസ് ആയിട്ട് കിടക്കുവാണ്, ട്യൂബ് ഇട്ട് കിടക്കുവാണ്, ഒരു പ്രശ്നമായിട്ട് ഓപ്പറേഷൻ ആയിട്ട് കിടക്കുവാണ്. ആരും പോയിട്ടില്ല. ആരാ പോയെന്ന് അങ്ങനെ അറിയാം. തീർച്ചയായിട്ടും മരിച്ച ചടങ്ങുകൾക്ക് ഉൾപ്പെടെയുള്ള ചെലവുകൾ വലിയൊരു ബില്ലാക്കി അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ തന്നെ കൊണ്ട്, അതായത് ഇതിൻ്റെ ആളുകൾ ഫ്ലവേഴ്സൊക്കെ തന്നെയാണ് അവർ വന്ന് ആ ബില്ല് അവർ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ പപ്പായ്ക്കൊക്കെ അന്ന് ബോധം പോലെ ഇല്ലാതെ കിടക്കും, പപ്പായ സീരിയസ് ആയിട്ട് കിടക്കണം. നമ്മളാരും എന്തെങ്കിലും എന്തായാലും അത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ കൊടുത്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയായിരുന്നു അത് കൊടുത്തു തീർത്ത് അവർ ഫ്ലവേഴ്സ് തന്നെ. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നത് വെറുതെ ബീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് അങ്ങനെ പച്ചക്കറിയാക്കാനാണ്. എനിക്കെന്തായാലും ചേട്ടൻ രക്തത്തിൽ പറഞ്ഞിട്ട് മക്കളും ഞാൻ ഒരിക്കലും അവരെ ആരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഇല്ല. കാരണം പിച്ചുവിന് നന്നായിട്ട് അറിയാം, കുളത്ത് വെച്ചിരിക്കുകയാണ്. മൃഗപ്പനേക്കാളും ഒരുപാടി മുന്നേ പിച്ചുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. പിച്ചു ലഹരിക്കടിമയായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ആരാ പറഞ്ഞു? പിച്ചു തന്നെയല്ലേ പറഞ്ഞത്, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞു. ആ വീട് വിൽക്കുന്നതാണ് ഇനി നല്ലത്, വിറ്റ് അത് പിച്ചുവിന് കൊടുക്കണം എന്നൊക്കെ ബ്ലോഗേഴ്സ് പറയുന്നുണ്ട്. ബ്ലോഗേഴ്സ് പറഞ്ഞാൽ ബ്ലോഗേഴ്സ് വിറ്റ് കൊടുപ്പിക്കട്ടെ. അമ്മ എന്നുള്ള രീതിയിൽ അത് എനിക്ക് എന്തായാലും ദൈവം സഹായിച്ചൊരു എന്തായാലും സ്വന്തമായിട്ട് എനിക്കൊരു വീട് ഇപ്പോഴില്ല, 6 മാസം ഞാൻ എന്തായാലും. ഈ വ്ളോഗേഴ്സും റിവ്യൂവേഴ്സും ഭയങ്കരമായിട്ട് രഞ്ജുവിൻ്റെ ലൈഫിനേക്ക് കടന്നു ചേർന്നായിട്ട് തോന്നിയിട്ടില്ല. ഉണ്ട്, തീർച്ചയായിട്ടും. അവർക്കെതിരെ ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ഒരുപാട് കേസ് കൊടുത്ത് ഒരു പ്രയോജനമില്ല. ഏറ്റവും കൂടുതൽ ഒരു വ്ളോഗറിൻ്റെ പേര് ഞാൻ പറയുന്നത് അവർക്ക് റീച്ച് ആകും, അറിയാമല്ലോ. വൃത്തികെട്ട സ്ത്രീയാണ് അവർ. കുടുംബജീവിതം ആരുടെയൊക്കെ കുടുംബജീവിതത്തിൽ കയറുമ്പോൾ അവരുടെ എല്ലാം കുടുംബം നശിപ്പിച്ച് നാറാണക്കൽ വൃത്തികെട്ട സ്ത്രീയാണ്. അവരാണ് ഇതിനകത്ത് മുഴുവൻ കളിച്ചിരിക്കുന്നത്. രേണു, അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പ്ലാനുകളൊക്കെ എന്താ? ഷൂട്ടുണ്ട്, ഇനോഗ്രേഷൻ ഉണ്ട്, ഞാൻ ഹാപ്പി ആയിട്ട് പോകും. ഇതിൻ്റെ കാര്യത്തിൽ വിഷമം ഉള്ളിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സൂചിയുടെ പോയതിനു ശേഷം മകനെ പോലെയല്ല, മകൻ തന്നെയാണ് ചേർത്ത് പിടിച്ചത്. പോയതിനു ശേഷമല്ല, കൊണ്ടുവന്നപ്പോഴേ എന്താ പറയുക, ഇത് എൻ്റെ മോനാണെന്നല്ലേ കൊണ്ടുവന്നത്. അതായത് ഇത് നിൻ്റെ മോനാണ്, നമ്മുടെ മോനാണെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം കാണിച്ചത്.
അമ്മേനെ വിളിച്ചപ്പോൾ ഇപ്പോഴും എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് തോന്നുന്നു. ഓർമ്മയില്ല, അറിയില്ല എന്താണെന്ന്. എന്തായാലും അമ്മ തന്നെയാണ് ഇതുവരെ വിളിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വിളിച്ചത്. രേണുവിനെ ലാസ്റ്റ് എപ്പോഴും അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടാവും. പൈസ കൊടുത്തത് കാണിച്ചതല്ല, അതായത് കള്ളം പറഞ്ഞുകൊണ്ട്, അതായത് ഈ ആ തെറുക്കാരുടെ കള്ളം പറഞ്ഞുകൊണ്ട് ഞാനത് കാണിച്ചത്. രേണുവിനെ ലാസ്റ്റ് എപ്പോഴും അമ്മ എന്ന് വിളിച്ചതായിട്ട് രേണുവിന് ഒരു ഓർമ്മ 24-ാം തീയതി വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല, 26-ാം തീയതി അല്ലേ ഈ വീഡിയോ ഇറങ്ങുന്നത്. 24-ാം തീയതി വരെ അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാണോ വിചാരിക്കുന്നത്? പറയുന്നതാണ്. ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞു. കിച്ചനോടല്ല, സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, അങ്ങനെ ഒരു പോയിന്റ് എന്തോ പറഞ്ഞു. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, സ്കൂളിൽ വിടണം എന്ന് ഞാൻ പറഞ്ഞു. തെറ്റാന്ന് എനിക്കറിയില്ല. ഇന്നീ നിമിഷം വരെ ഞാൻ തല്ലി. ഉടപ്പനെയും തല്ലിയിട്ടില്ല, ഞാൻ ആരും തല്ലി. അങ്ങനെ തല്ലി ഞാൻ തല്ലിയിട്ടില്ല. അല്ല രേണു, അതാണ് വിമർശനങ്ങൾ ഒന്ന് പറയുന്നത്. കാര്യം ഷൂട്ട് സമയത്ത് കിച്ചുവിന് ഇഷ്ടം ഉണ്ടായിട്ട് പോലും കിച്ചുവിനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി എന്നൊക്കെ പറയുന്നത്. ഇട്ടിട്ട് പോയെന്നല്ല പറഞ്ഞത്, വീട്ടിലെന്താ പോകുന്നതിന് വഴക്ക് പിടിച്ചെന്നാ പറഞ്ഞത് ചേട്ടനോ. ഞാൻ പറഞ്ഞ സ്കൂളിൽ പോകുന്ന പിള്ളേർ സ്കൂളിൽ പോകണ്ടേ, അതിന് സൂചനമായിട്ട് ഞാൻ വഴക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയല്ലേ. ശരി രേണു, ഇതിനെല്ലാം ഒരു കൺക്ലൂഷൻ പ്രേക്ഷകർക്കൊന്ന് കൊടുക്കാവൂ. അല്ല, മൊത്തത്തിൽ ഇപ്പോൾ ഒരു വിവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ എതിരെ തീർന്നു, കുറേ ബ്ലോഗേഴ്സ് കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിന് സത്യാവസ്ഥ എന്നെ അവിടെ നേരിട്ട് ആര് കണ്ടാലും എന്നെപ്പറ്റി ഒരു നെഗറ്റീവ് ആരും ഇന്നലെ പറഞ്ഞിട്ടില്ല. കാരണം അവിടെയൊക്കെ വരുന്നൊരു ദൈവമേ, ഈ കൊച്ചിനെയാണോ ഈ കിടന്ന് ഈ സോഷ്യൽ മീഡിയ ഈ ആൾക്കാരും അല്ലേ ഈ കിടന്ന് തെറി വിളിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സംസാര രീതിയാണ് എന്താണെന്ന് എനിക്കറിയാം. എന്തായാലും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇപ്പം എന്താ പറയുക, എനിക്കും മരിക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എന്തായാലും നിർത്താൻ പറ്റില്ല. ഞാൻ എന്തായാലും സബ്സ്ക്രിപ്ഷന് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുപോലെ എൻ്റെ ജോലി, എൻ്റെ ആൽബങ്ങളും എൻ്റെ സിനിമയാണെങ്കിലും എൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളായിട്ട് ഞാനൊരു സൈഡിൽ കൂടെ പോകും. ഞാൻ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. ഇന്നീ നിമിഷം വരെ ഒരു മനുഷ്യനെ ഞാൻ കുറ്റവും പെടുത്തിയിട്ടില്ല. എനിക്ക് ആരെയും കളയാനോ തള്ളി പറയാനോ പറ്റില്ല. രേണുവിനെ ചേർത്ത് പിടിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയുക? സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എൻ്റെ വീട്ടുകാർ, കരീഷ്മ, അതുപോലെ എനിക്ക് നല്ല ബ്ലോഗേഴ്സ് ഒക്കെ. ഇപ്പോൾ ശ്രീലക്ഷ്മിയൊക്കെ തുടക്കത്തിൽ രേണുവിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായി, പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് പറയുന്നുണ്ട്, മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ശ്രീലക്ഷ്മിയായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ശ്രീലക്ഷ്മി എൻ്റെ ഫ്രണ്ട് തന്നെയാണ് നേരത്തെ തൊട്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബിഗ് ബോസിനൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ കുറച്ച് മാനസികമായിട്ട് പ്രശ്നമായിട്ട് ഒരു ആൽബത്തിനെ വെച്ച് അവളെ കണ്ടിട്ട് ഞാനാണ് എൻ്റെ ഭാഗത്തുനിന്നാണ് ഞാൻ മൈൻഡ് ചെയ്തില്ല. വേറൊന്നുമല്ല, ഞാൻ വേറെ എന്തോ ചിന്തയിലായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തോ ഹേർട്ട് ചെയ്ത് കാണാം, അതുകൊണ്ടായിരിക്കും അവളങ്ങ് എനിക്ക് ഇപ്പം എന്തായാലും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അടുത്ത സുഹൃത്തായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം രേണുവിന് സുഖമില്ല ആക്സിഡന്റ് ആയപ്പോഴത്തേനും